ഹലോ. മുടിയൊക്കെ വെട്ടി മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയായി കേട്ടോ. അപ്പോൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് ജലദോഷം, പനി അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല, നീർക്കെട്ടൊന്നും വരില്ല എന്ന്. എനിക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് പനി തുടങ്ങിയതാണ്. എൻ്റെ പനി മാറി ജലദോഷവും ഇതൊക്കെ ആയിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇത് മാറില്ല. വർക്കൗട്ടൊക്കെ തുടങ്ങി 2-3 ആഴ്ചയായിരുന്നു. ഇപ്പോൾ വർക്കൗട്ടിനൊന്നും പോകാൻ പറ്റില്ല. ഈ ജലദോഷം ഇതങ്ങോട്ട് മാറില്ല. ജലദോഷം മാറിക്കഴിഞ്ഞാൽ ഇവിടെ ത്രോട്ട് ഭയങ്കര അലമ്പ് പരിപാടിയാണ്. ഇത് എന്തൊക്കെയാണ് നടക്കണത്. ഞാൻ മുടി വളർത്തി അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ മുടി അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ അങ്ങ് തുടങ്ങി. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെയാണ് നടക്കണത്. പിന്നെ മുടി വെട്ടിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേരൊക്കെ സർപ്രൈസായി. ചിലവരൊന്നും സർപ്രൈസായില്ല. ചിലവർക്കൊക്കെ ഒരു പുച്ഛഭാവമായിരുന്നു എൻ്റെ അടുത്ത് എന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നനച്ച് ഒന്ന് ഇതൊക്കെ ആയി വരുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തലയിൽ വെള്ളമൊഴിക്കുക, തോർത്തുക പോരുക. മറ്റേത് നമ്മൾ മുടി കഴുകി ആദ്യം ഷാമ്പു ഇട്ട്, പിന്നെ കണ്ടീഷണർ ഇട്ട്, പിന്നെ ചീകി ഉണക്കി, പിന്നെ വേറൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നവംബർ 15-ാം തീയതി ചേച്ചിയുടെ കല്യാണമായിരുന്നു. കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ കേളപ്പിൻ്റെ ഷാമ്പു, കണ്ടീഷണർ, പിന്നെ കേൾ ഹൈഡ്രേറ്റിംഗ് ക്രീം, അതിൻ്റെ ജെല്ല്, തൊലി, മറ്റത് മറിച്ചത് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ടൊരു അത്യാവശ്യം ഒരു എമൗണ്ടായി. കേളപ്പ് യൂസ് ചെയ്യണ ആൾക്കാർ, അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇച്ചിരി പൈസയുണ്ട് അതിനകത്ത്. പക്ഷെ ബാക്കിയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിലെല്ലാം വരുന്നുണ്ട്. കേൾ ക്രീം, പിന്നെ അതുപോലെ മറ്റേ ജെല്ല്, ഷാമ്പു, ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാണ്. ഇപ്പോൾ നേരെ മറിച്ച് പക്ഷേ ഷീൻ്റെയൊക്കെ നമ്മളിപ്പോൾ കേൾ ഹൈഡ്രേറ്റിംഗ് കണ്ടീഷണർ തന്നെ 2000 സംതിങ് വരുന്നുണ്ട്. ഇതെല്ലാതും കൂടി അത്രയൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ വേറെ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമഡി ഒന്നുമല്ല, ഇത് മുടി വളർത്തണമെന്നുള്ള ഒരു ഇതുകൊണ്ട് ഒരു എന്താ പറയുക, നമ്മുടെ മറ്റേ ഡ്രൈയിങ് കോമ്പും നമ്മുടെ ഒരു സാധനമുണ്ട്. നമുക്ക് മുടി ഉണക്കാനും പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് ചീപ്പും പോലത്തെ ഒരു സാധനം വരുന്നുണ്ട്. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചീവി കഴിഞ്ഞാൽ ജട കുത്തില്ല, അങ്ങനത്തെ ഒരു സാധനം. ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് 2-3 മാസമൊക്കെ ആയിരുന്നു. അത് അത്യാവശ്യം ഉപയോഗിച്ചു. കേളപ്പിൻ്റെ അത് ആകെ ഞാൻ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചോളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുടി വെട്ടുകയും ചെയ്തു. അതിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനി കുറച്ചുകൂടിയൊക്കെ മുടി വളർത്തണമെന്നല്ല. അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ എല്ലാം കേളൊക്കെ ചെയ്ത് അങ്ങോട്ടൊക്കെ നടക്കാമെന്ന് വിചാരിക്കണം. മുടി വെട്ടിയിട്ട് ഫ്രണ്ടിലൊന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ ബാക്കിൽ അലമ്പായിട്ടുണ്ട്. ഇനി ഇങ്ങനെ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ, കാരണം ഈ മുടി ഞാൻ ഇങ്ങനെ മുകളിലിങ്ങനെ കെട്ടി വെക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ഇത് ഇനി കുറച്ച് നാളെടുക്കും. മുടി വെട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെട്ടിക്കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പനി പിടിച്ചു. പിന്നെ വീഡിയോ എടുക്കാൻ ശബ്ദം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റണ ഇപ്പോൾ 2-3 ദിവസമായിട്ട്. അതിന് മുന്നേ മര്യാദയ്ക്ക് ഇത്ര സംസാരിക്കാൻ പോലും പറ്റണ്ടായിരുന്നില്ല. ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ ദിവസം പുറത്തിറങ്ങാത്തതുകൊണ്ട് വലിയ വള്ളിയും വലയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പുറത്തിറങ്ങിയ ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ട് വള്ളിയും വലയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വയസ്സിന് ഇത്ര പ്രായമുള്ള മേലുള്ള ആൾക്കാരുടെ അടുത്ത്
അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിലും നമ്മളവരെ ന്യായീകരിക്കാൻ പോരുത്. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ ഒരു 22 വയസ്സായിട്ടുള്ളൂ. ഞാനിപ്പോൾ എന്തെങ്കിലും പറയാമെന്ന് കഴിഞ്ഞാലും ഞാനിപ്പോൾ എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവസാനം നമ്മളത് പറഞ്ഞ് തീർന്നു വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഭാഗത്ത് ശരിയായിട്ട് മാറും. സോ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അധികം സംസാരിക്കാൻ പോകാണ്ടിരിക്കുക. പിന്നെ നമുക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പോലീസ് സ്റ്റേഷനിലും പിന്നെ കോടതിയിലും ഒക്കെയാണ്. അങ്ങനെയുള്ള ഇതിൽ മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി. അല്ലാതെ ഇപ്പോൾ കുറച്ച് ഒരു 10-60 വയസ്സിന് മേലെ പ്രായമുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും പ്രത്യേകിച്ച് പറയാണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായൊരു കാര്യം, ചിലപ്പോൾ നമ്മുടെ ഒരു ടെമ്പർ തെറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇത് തെറ്റിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു റിയലൈസേഷനാണിത്. ചെറിയൊരു ഇതുണ്ട്, അത് പിന്നെ നമ്മളങ്ങനെ വലിയ കാര്യമാക്കിയിട്ട് എടുക്കാനുള്ള. ഓക്കെ, പിന്നെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോർട്സൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്തായാലും അമ്മമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടി വെട്ടുന്നതിന് മുന്നേ ഉള്ള ഈ വെട്ട് എന്നുള്ള സാധനം പിന്നെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അധികം പറയില്ല എന്നുള്ളൂ. പിന്നെ അടുത്തെന്തെങ്കിലും ചെയ്യണ ഒരു കാര്യം വരെ ആയിരിക്കും. പിന്നെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെട്ടണമെന്നുള്ള സാധനം ഡെയിലി കേൾക്കണ്ട. ഇനി ഇതിനി ഒരു മാസം കഴിഞ്ഞ് കേട്ടാൽ മതി. പിന്നെ എന്താ ചെയ്യുക, ഇനി വേറെ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടണമെന്നുണ്ട്. ഇനിയിപ്പോൾ എന്ന് ചെയ്യും, മടിയാണ്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊക്കെ അങ്ങ് ചെയ്യാം. എന്തായാലും ഇനിയിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകണമെന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ട്രിപ്പൊക്കെ പോയിക്കോളാം, നിങ്ങൾ സ്പോൺസർ ചെയ്താൽ മതി. ഓക്കെ, ബൈ. ഹലോ, അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ 2-3 വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സർപ്രൈസിങ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ട്. വീഡിയോ ഇപ്പോൾ ഇതൊക്കെ ഇന്ന് എടുത്ത് വെച്ചു. ഇതിപ്പോൾ ഇന്ന് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ തീർന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് നടക്കില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വേണ്ട, നമ്മളിപ്പോൾ ഇങ്ങനെ സാഹചര്യമാണ് ഇപ്പോൾ ഒരു സുഖമില്ലാത്തത്. ഇതൊരു സുഖമില്ല. ഇനിയിപ്പോൾ റെഡി ജോലി കഴിഞ്ഞ് വന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്യും. നോക്കട്ടെ, എഡിറ്റ് ചെയ്തിട്ടിടാം. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാ? അതെങ്ങനെയാണ്? അത് നന്നായി.